പാകിസ്ഥാനിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. ഒരു വലിയ ശബ്ദത്തോടെ വലിയ സ്ഫോടനം. വലിയ സ്ഫോടനം എന്ന് മാത്രമല്ല, ഒരു പ്രദേശത്ത് വലിയ കുഴിയുണ്ടായി തീയും പുകയൊക്കെ പകർന്നു. ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഇന്ത്യ വീണ്ടും ആക്രമിച്ചു. വന്നു വീണത് മിസൈലാണ്. ഭാഗ്യത്തിന് ജനവാസ കേന്ദ്രത്തിലാണ് വീണതെങ്കിലും ഒരു മൈതാനത്ത് വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ട് ആളപായം നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. അത് പൊട്ടിത്തെറിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ ദൂരെ ബലൂജ് മേഖലയിലും വീണു. ബലൂജ് മേഖലയിൽ വീണപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കരുതി ഞങ്ങളെ പാകിസ്ഥാൻ മിസൈൽ കൊണ്ട് ആക്രമിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ. അവർ തമ്മിൽ പോരാട്ടത്തിലാണ്. ഇന്നലെ അവരുടെ ഒരു വിമാനം BLA പാകിസ്ഥാൻ്റെ ഒരു വിമാനം വെടിവെച്ചിട്ടു. ഒരു വിമാനമല്ല, ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞ ഉടനെയാണ് മിസൈലിൻ്റെ ഭാഗങ്ങൾ ബലൂചിസ്ഥാൻ മേഖലയിൽ വന്നു വീണത്. ആകെ പരിഭ്രാന്തമായി പാകിസ്ഥാനെതിരെ ഇന്ത്യ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ബ്രഹ്മോസ് ആണ് പ്രയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ പാനിക്കായി ആളുകളൊക്കെ ഓടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ബ്രഹ്മോസ് ഒന്നുമല്ല, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലുണ്ട്, ഷഹീൻ 3. ആണവശേഷി വഹിക്കുന്ന, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ ഷഹീൻ 3 വിട്ടതേ ഓർമ്മയുള്ളൂ. അത് മോളിൽ പോയിട്ട് അതേപോലെ തിരിച്ചു വന്ന് താഴത്തോട്ട് കൂടെ ഓടി. അല്ല, പരീക്ഷണം നടത്തിയതല്ല, പ്രയോഗിച്ചതാണ്. അവൻ പൊങ്ങിയിട്ട് നേരെ വിട്ടവൻ്റെ മണ്ടയ്ക്ക് തന്നെ വന്ന് വീണു. അപ്പോൾ പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ വലിയ ശക്തിയാണ്. ആണവായുധം വഹിക്കുന്ന മിസൈൽ ഇന്ത്യയിലെ ഏത് നഗരത്തിലേക്ക് അയക്കാൻ പറ്റുന്നതാണ് ഷഹീൻ 3 എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. പക്ഷെ നമ്മൾ അഗ്നി, പൃഥ്വി എന്നൊക്കെ പറഞ്ഞ് അഗ്നി 3, 4, 5 ഒക്കെ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വിജയിക്കുന്നത് പോലും ഇപ്പോൾ വാർത്തയല്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇവിടുന്നൊക്കെ വിജയിക്കുന്നു. പരാജയപ്പെട്ട വാർത്തയാണ്. പക്ഷെ പാകിസ്ഥാൻ ആകെ ഒരെണ്ണം വിട്ടു, അത് നേരെ തിരിച്ച് അവിടെ തന്നെ വീണു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പാകിസ്ഥാൻ ഉണ്ടാവുന്ന ഈ മേനി പറച്ചൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് വെളിവാകുന്നത്. മാത്രമല്ല, ഒരു നല്ല കാറ്റടിച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഭയമാണ്, ഇന്ത്യ ആക്രമിക്കുകയാണെന്ന്. ഇങ്ങനെ ഇന്ത്യ പേടിയിൽ കഴിയുകയാണ് പാകിസ്ഥാൻ. ഈ സംഭവം ഷഹീൻ 3യുടെ ആദ്യ പരീക്ഷണം തന്നെ പരാജയപ്പെട്ട് പാകിസ്ഥാൻ സിവിലിയൻ ഏരിയയിൽ തന്നെ വീണു. എന്താണ് മാഷിക തോന്നുന്നത്? അല്ല, അത് ഈ പാകിസ്ഥാൻ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അല്ല, അവർ അവകാശപ്പെടുന്നുണ്ട്. ഒറ്റ കാര്യം മതി. അവർ പറയുന്നു അവർ ആണവ രാജ്യമാണെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായ ശാസ്ത്ര പ്രക്രിയ എന്ന് പറയുന്നത് യുറേനിയത്തിൽ നിന്ന് U-235 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് വേർതിരിച്ചെടുക്കുകയാണ്. ലോകത്ത് പല രാജ്യത്തും അതിന് കപ്പാസിറ്റി ഇല്ല. അതായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷേ ലോകത്തിലെ ആണവ രാജ്യങ്ങളെയൊക്കെ എടുത്തു നോക്കുമ്പോൾ യുറേനിയം ഐസോട്ടോപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എൻറിച്ചഡ് യുറേനിയം ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ബഹിരാകാശ രംഗത്ത് മറ്റ് മേഖലയിലൊക്കെ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതൊന്നുമില്ല. ആണവായുധം ഉണ്ടെന്ന് പറയുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോഴാണ് അടുത്തിടയ്ക്ക് അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CIA പ്രമുഖനായിരുന്ന ജോൺ കുര്യാക്കോവ് എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ ആണവായുധമൊക്കെ ഉണ്ട്, പാകിസ്ഥാനിലെ അല്ല, അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഞാൻ അതാണ് പറയാൻ, ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അമേരിക്കൻ ഓഫീസർമാരുടെ കസ്റ്റഡിയിലാണ് പാകിസ്ഥാൻ്റെ ആണവായുധം. അപ്പോൾ ബാക്കിയൊക്കെ മേനി പറച്ചിലാണ്. അത്ര തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഇത് വേറെ അർത്ഥത്തിൽ, ഇപ്പോൾ യുദ്ധം വരുമ്പോൾ ആയുധങ്ങളുണ്ടോ എന്നല്ല, സയൻസിൽ ഇപ്പോൾ ലോകപ്രസിദ്ധരായ പേര് കേട്ട, ലോകത്തിന് കാര്യമായി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത സയൻറ്റിസ്റ്റുകൾ, പാകിസ്ഥാനികൾ, ഞാൻ പാകിസ്ഥാൻ മുഴുവൻ പരതിയിട്ട് ഒരിക്കൽ മാത്രമാണ് ഒരു നോബൽ പ്രൈസ് നേടിയ ഒരാൾ പാകിസ്ഥാനിൽ നിന്ന് വന്നത്. അദ്ദേഹമാകട്ടെ ഇവരുടെ ശത്രുവാണ്. പ്രാണനും കൊണ്ട് അവിടുന്ന് ഓടിപ്പോയിട്ട് ലണ്ടനിലേക്ക് പോയി, ഡോക്ടർ അബ്ദുസലാം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അഹമ്മദിയാണ്. അഹമ്മദിയാക്കളെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ കൂട്ടക്കൊല നടത്തിയതാണ്. അപ്പോൾ കൊള്ളാവുന്ന എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ മികച്ചു നിന്ന ആളുകളെ പണ്ടേ പാകിസ്ഥാൻ അവിടുന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പിന്നീട് ഈ ഇസ്ലാമിൻ്റെ തന്നെ സബ് നാഷണാലിറ്റീസ് തമ്മിലുള്ള ക്ലാഷ് തുടങ്ങിയിട്ട് അടിച്ച് തീരുകയാണല്ലോ, തമ്മിൽ തല്ലി. ഇപ്പോൾ ബലൂജി എന്താ ഇഷ്യൂ, ഇപ്പോൾ സിന്ധികളുടെ ഇഷ്യൂ വേറെയാണ്, ഈ അവിടുത്തെ പഞ്ചാബികളുടെ ഇഷ്യൂ വേറെയാണ്, കാശ്മീരികളുടെ പഷ്തൂണികളുടെ ഇഷ്യൂ. ഇതൊക്കെ പാകിസ്ഥാനെ ഒരു രാജ്യമെന്ന് വിളിക്കുന്നവർ ഇപ്പോൾ പാകിസ്ഥാനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ മാത്രമേ അവരെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നുള്ളൂ. അവർ ഓരോരുത്തരും പരസ്പരം കണ്ടാൽ തമ്മിൽ തല്ലിക്കൊല്ലുന്ന മട്ടിലുള്ള വിഭജിച്ച് നിൽക്കുന്ന വിഭജിത രാജ്യമാണ്. അനവധി രാജ്യങ്ങളാണ് പാകിസ്ഥാൻ. പഞ്ചാബ്, സിന്ധ്, ബലൂജ്, വസീറിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ, കാശ്മീരി, പഷ്തൂണി, ഈ ബലൂജി, സിന്ധി, ഇതൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ ഈ സമയത്ത് പാകിസ്ഥാൻ ഇത് പരാജയപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പാകിസ്ഥാൻ്റെ ഒന്നാമത് ഈ ഒരു രാജ്യം എന്ന ഒരു
യൂണിറ്റി, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി, എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ കുറവുകൾ വന്നാലും സാറേ, നമ്മൾ എത്രയൊക്കെ വിമർശിച്ചാലും ഇപ്പോഴും ഇന്ത്യയിൽ എല്ലാതരം ഡൈവേഴ്സിറ്റി ഉള്ളപ്പോഴും ഇന്ത്യയിലെ സിഖുകാരൻ, ഇന്ത്യയിലെ പാഴ്സി, ഇന്ത്യയിലെ ജൈനൻ, ഇന്ത്യയിലെ ബുദ്ധൻ, ഇന്ത്യയിലെ ഇസ്ലാം, അതിലൊക്കെ ഒരു ഇപ്പോഴും അതിലൊക്കെ ഒരുപാട് പുഴുക്കുത്തുകളൊക്കെ വീണിട്ടുണ്ടെങ്കിലും ഒരു ദേശീയ ധാര ഇപ്പോഴും അവർക്കുണ്ട്. എൻ്റെ രാജ്യം എന്നൊരു ഫീൽ ഉണ്ട്. പാകിസ്ഥാനിൽ അതില്ല. അതുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഉണ്ടായതായിട്ട് നമുക്ക് തോന്നില്ലേ, ഉള്ളത് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നേറുന്നില്ല. എന്തുകൊണ്ട് മുന്നേറുന്നില്ല? എൻ്റെ രാജ്യത്തിന് അഭിമാനകരമായൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ഫീൽ ആ രാജ്യത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ ആയുധങ്ങൾ എന്ന് പറയുന്ന ഒന്ന് അവർ കാണിക്കുന്നുണ്ടാവും, നമ്മളെ പേടിപ്പിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഷോ കാണിച്ചിട്ട് എക്സിബിഷൻ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുണ്ടാവും. നമ്മൾ പേടിക്കുന്നില്ല. പക്ഷെ അവരുടേതല്ല സാധനം. അതൊന്നും ജെനുവിനായിട്ട് ഒരു പാകിസ്ഥാന്റെ നിർമ്മിതിയല്ല. പാകിസ്ഥാൻ എപ്പോഴും ആരാന്റെ ഊരക്ക് ചാരി നിന്നിട്ട് അവരുടെ അടിമകളായി നിന്നിട്ടാണെങ്കിലും വീരസ്യം പറയുകയും ഇന്ത്യയെ ഒരു ആജന്മ ശത്രുവായി ആ ശത്രുത കൊണ്ട് അതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന പൊളിറ്റിക്സാണ് പാകിസ്ഥാൻ്റേത്. ഇന്ത്യ വിരുദ്ധത മാത്രമാണ് അവരുടെ ഒരു ബലം. അകത്ത് ജനങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അവർ തമ്മിലുള്ള വൈരത്തിന് നിലനിർത്തുകയും രാഷ്ട്രീയം രണ്ട് ഘടകങ്ങളുടെ പുറത്താണ് നിൽക്കുന്നത്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും കറപ്റ്റായ പൊളിറ്റിക്കൽ ലീഡേഴ്സുള്ള പാകിസ്ഥാനില്ല, ലോകത്തിൽ ലിറ്റററി അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ ഇന്ത്യ വിരുദ്ധത കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഭൂട്ടോ വരെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അവർ രാജ്യം ഒന്ന് പുരോഗമിക്കണം, മുന്നോട്ട് പോകണം, സമാധാനം വേണം, ഒരു ദേശീയ ബോധമൊക്കെ ഉണ്ടായിരുന്നു. ഈ സുൽഫിക്കർ അലി ഭൂട്ടോക്ക് ശേഷം, ഇപ്പോൾ മോളുടെ കാലത്ത്, ബേനസീർ ഭൂട്ടോയുടെ കാലത്ത് ഒരു പരിധി വരെ, അത് കഴിഞ്ഞിപ്പോൾ ഈ സിയാഉൽ ഹക്കിൻ്റെ കാലം തൊട്ട് അത് കഴിഞ്ഞു, അതിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ അവർ അതെന്താ, അപ്പോഴാണല്ലോ മതം കൊണ്ടുവരേണ്ടി വരുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ എനിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൺസെപ്റ്റ്. അതിന് പകരം ഇസ്ലാമികമായൊരു തിയോളജി അവിടെ ഭരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജിന്ന പോലും അതിനെ ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ് ആക്കാതിരുന്നത്. അപ്പോൾ എപ്പോൾ മുതൽ പാകിസ്ഥാൻ തിയോളജിക്കൽ സ്റ്റേറ്റ് ആയോ പിന്നെ അവർക്ക് തിയോളജിയേ ഉള്ളൂ, ടെക്നോളജി ഇല്ല, നേർക്കുനേരെ പറഞ്ഞാൽ. അതുകൊണ്ടാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് യുദ്ധത്തിലാണ് അവർ, ആരോടാണ്, എന്ത് നമ്മൾ മിസൈലിൻ്റെ കാര്യം പറയുന്നു, മിസൈലിൻ്റെ കാര്യം, ടെക്നോളജിയുടെ കാര്യം പറയുന്നു. കെടുകാര്യസ്ഥരുടെ ഒരു കഥ കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. പാകിസ്ഥാനിലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ പേരാണ് മാലിക് ഷാസിൻ. മാലിക് ഷാസിൻ ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് പോകാൻ എയർപോർട്ടിൽ വന്നു. പുള്ളി ലാഹോർ വരെ വന്നാണ്, കറാച്ചിക്കാരനാണ്. പെട്ടെന്ന് വിവരം കിട്ടി കറാച്ചിയിൽ കുഞ്ഞിന് സുഖമില്ല, പെട്ടെന്ന് തിരിച്ചു പോകണം. അങ്ങനെ ലാഹോർ എയർപോർട്ടിൽ വന്നു, ടിക്കറ്റ് എടുത്തു, വിമാനത്തിൽ കയറി. പുള്ളിക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തുമല്ലോ, ഇല്ല 1 മണിക്കൂർ ഒന്ന് മയങ്ങി എണീറ്റപ്പോഴും വിമാനം അപ്പോഴും പറക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ്, 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂറായി, വിമാനം ലാൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്ക് എന്തോ കുഴപ്പം പറ്റി. അദ്ദേഹം എയർ ക്രൂവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്, ഇറങ്ങുന്നില്ലല്ലോ. 1 മണിക്കൂറിൽ, അല്ല സാർ 4 മണിക്കൂർ വേണം. 4 മണിക്കൂറാ? അതെ, ജിദ്ദയിലേക്ക് പോകാൻ 4 മണിക്കൂർ വേണം. അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ടാർമാർക്കിൽ കിടന്ന വിമാനങ്ങളിലേക്ക് കയറ്റി പുള്ളിയെ. പക്ഷേ ആ വിമാനം ജിദ്ദയിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. നമ്മൾ വിമാനം മാറിപ്പോവാം, പക്ഷെ ഡൊമസ്റ്റിക്കിലെ യാത്രക്കാരൻ ഇന്റർനാഷണലിൽ പോകുന്നത് എങ്ങനെയാണ്? അതെ സത്യം. അത്ര വലിയ കെടുകാര്യസ്ഥതയാണ് പാകിസ്ഥാൻ. ആണ് സാർ, ഇത് എല്ലാ രംഗത്തും ഉണ്ട് കേട്ടോ. പാകിസ്ഥാനികളുടെ കൂടെ പുറത്ത്, നാട് വിട്ട് പുറത്ത് ഞാൻ ഒരു 5-6 രാജ്യങ്ങളിലെങ്കിലും പാകിസ്ഥാനികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന അട്ടർ ബ്ലണ്ടർ ആയിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുന്ന പാകിസ്ഥാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ഞാനും ഒരുമിച്ച് കണ്ട കാഴ്ച, ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റന്റ് ആയ ഒരു ഇന്ത്യൻ കമ്പനിയുടെ പേര് പറഞ്ഞ ഒരുപാട് പേര് ഞങ്ങൾ നോക്കുമ്പോൾ, ഈ ഓഫീസ് ഓട്ടോമേഷൻ വന്ന കാലത്ത്, ആദ്യം സാപ്പ് എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുകൾ വന്ന കാലത്ത് കോട്ട് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ വരുന്നത് ഒന്ന് TCS ആണ്, ഒന്ന് വിപ്രോ ആണ്. ഒന്നെടുത്തു നോക്കൂ. അറബികൾക്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല ചരക്ക് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു ടാറ്റ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. ഞാൻ പറയുന്നത്, ഒരു ഇന്ത്യൻ കമ്പനി, ഒരു പാകിസ്ഥാനി കമ്പനി എവിടെ സാർ? ഒരു പാകിസ്ഥാനി കാർ എവിടെ? ഒരു പാകിസ്ഥാൻ കമ്പനി എവിടെ? ഏതെങ്കിലും ഒരു മേഖല സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ വന്നപ്പോൾ വ്യാപകമായി. അതിനേക്കാൾ മുമ്പേ തന്നെ ഇപ്പോൾ ഈ ടാറ്റ കൺസൾട്ടൻസി, ലാർസൻ ആൻഡ് ടർബോ, എഞ്ചിനീയറിംഗ് കമ്പനികൾ എല്ലാ മേഖലയിലും. അതുകൊണ്ട് ഇന്ത്യക്കാരോട് ഈ പാകിസ്ഥാൻ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്, അത് പൊട്ടത്തരമാണെന്ന് അവർക്കും അറിയാം. നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ആരുടെയെങ്കിലുമൊക്കെ ചെലവിൽ വല്ലതും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയാം. മിലാഫ് കോലയുടെ കാര്യം പറയുന്ന പോലെ അത്രേ ഉള്ളൂ.
അവരോട് നമുക്ക് സിമ്പതി അല്ലാതെ. പക്ഷേ ഇപ്പോൾ ഭയം കൂടിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലൊരു കാറ്റടിച്ചാൽ ഇന്ത്യ ആക്രമിക്കാനുള്ള ഭയമാണ്. പിന്നെ ഈ വെറുപ്പും, രണ്ട് കാര്യമുണ്ട് സാർ. ഭയവും വെറുപ്പും ഒരുമിച്ച് പോകുന്നതാണ്. എനിക്ക് പേടിയാണെങ്കിൽ എനിക്ക് വെറുപ്പുണ്ട്. വെറുക്കും. സിമ്പിളാണത്. ഇത് രണ്ടും തമ്മിൽ രണ്ട് സൈക്കോളജിക്കലാണ്. ഒരു നാണയത്തിന് രണ്ട് പുറമാണ്. നിങ്ങളോട് എനിക്ക് വെറുപ്പാണെങ്കിലോ ഞാൻ നിങ്ങളെ ഭയപ്പെട്ടു തുടങ്ങും. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന സാധനമാണ്. പാകിസ്ഥാൻ്റെ ഈ ഫോബിയ, ഈ പറഞ്ഞ ഇന്ത്യ ഫോബിയ എന്ന് വിളിക്കാവുന്ന ഒരു അസുഖം, അത് അസുഖം മാത്രമല്ല, അവരൊരു തന്ത്രം കൂടിയാണ്. ഇന്ത്യയെ വെറുക്കുകയല്ലാതെ ഇനി അവർ ചെയ്ത മഹാപാപം ഉണ്ടല്ലോ, 10-80 കൊല്ലം മുമ്പ് കാണിച്ച മഹാപാപത്തിന് ഇന്നും അവർ വിലപിക്കുകയാണ്. ആത്മനിന്ദയുടെ പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അതെ അതെ.